ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏതു വാക്സിനാണ് ആദ്യ 2 ഘട്ടങ്ങൾ ഇപ്പോൾ 2 ഘട്ടങ്ങളുടെ പരീക്ഷണം വിജയമെന്ന് പ്രഖ്യാപിച്ചത്? അപ്പോൾ നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ പരീക്ഷണം വിജയമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാക്സിന്റെ പേര് ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. CHAD OX1 NCOV-19 എന്നാണ് ആ വാക്സിന്റെ പേര്. അപ്പൊ എന്താണ്? CHAD OX1 NCOV-19 എന്നാണ് ഈ വാക്സിന്റെ പേര്. CHADX1 NCOV-19 എന്നാണ് ഈ വാക്സിന്റെ പേര്. ആദ്യ 2 ഘട്ടങ്ങൾ ഇതിന്റെ പരീക്ഷണം വിജയകരമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 3ാം ഘട്ട പരീക്ഷണം ഉടൻ നടക്കുമെന്ന് അവർ പറയുന്നുണ്ട്. 3ാം ഘട്ട പരീക്ഷണം ഉടൻ നടക്കുമെന്ന് പറയുന്നത്. അത് ഈ വർഷം അവസാനം തന്നെ ഈ വാക്സിൻ വിപണിയിൽ എത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാല പറയുന്നത് ഈ വർഷത്തോടെ അവസാനത്തോടു കൂടി ഈ വാക്സിൻ വിപണിയിൽ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് മരുന്ന് നിർമ്മാണശാല കമ്പനിയായ ഏത് കമ്പനിയാണ്? അസ്ട്രാസെനെക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഈ വാക്സിൻ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. 800 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. ഈ വാക്സിൻ നിർമ്മാണത്തിന് ചെലവ് എന്ന് പറയുന്നത് 800 കോടി രൂപയാണ് ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത്. ഇനി ഈ ഓക്സ്ഫോർഡ് സർവകലാശാലയോടൊപ്പം തന്നെ ചൈനയും ഇത് COVID-19 ബന്ധപ്പെട്ട് വാക്സിൻ പരീക്ഷണം അന്തിമ ഘട്ടത്തിലെന്നാണ് ചൈനയും പറഞ്ഞിരിക്കുന്നു എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ചൈനയും ഇതുപോലെ COVID-19 ബന്ധപ്പെട്ടുള്ള വാക്സിന്റെ പരീക്ഷണത്തിന്റെ അന്തിമ ഘട്ടത്തിലെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 വാക്സിനെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഇതുപോലെ COVID-19 വാക്സിൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പരീക്ഷണം ഇന്നലെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് 2 വാക്സിനാണ് നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കിന്റെ ഏതാണ്? കോവാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിനാണ്. ഏതാണ്? ഭാരത് ബയോടെക് നിർമ്മിച്ചിരിക്കുന്ന കോവാക്സിൻ. എവിടെയാണ്? ഹൈദരാബാദ്. അതുപോലെ മറ്റൊന്നാണ് അഹമ്മദാബാദിലെ സൈഡസ് കാഡില എന്ന് പറയുന്ന കമ്പനി. ഏതാണ്? സൈക്കോവ്-D എന്ന് പറയുന്ന ഒരു വാക്സിനും ഇപ്പോൾ പരീക്ഷിക്കുവാൻ വേണ്ടി ഇന്നലെ അവർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 2 പ്രശസ്തരായിട്ടുള്ള ഭാരത് ബയോടെക്കും അതുപോലെ സൈഡസ് കാഡിലയെ നിർമ്മിച്ചിരിക്കുന്ന 2 വാക്സിന്റെ പരീക്ഷണവും ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏത് വാക്സിന്റെ ആദ്യ 2 ഘട്ടങ്ങളാണ് ഇപ്പോൾ പരീക്ഷണം അതിന്റെ വിജയം എന്ന് പറഞ്ഞത്? വാക്സിന്റെ പേരാണ് CHAD OX1 NCOV-19 എന്നാണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസം ഏത്? അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് സമീപമായിട്ട് ഇന്ത്യയും അമേരിക്കയും ഒരു സൈനിക അഭ്യാസം നടത്തി. അത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് ഉത്തരമാണ് PASEX. PASSEX. അപ്പോൾ PASEX എന്ന് പറയുന്ന സൈനിക അഭ്യാസം ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയത്? ഇന്ത്യയും അമേരിക്കയും. അതെവിടെയായിരുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് സമീപത്താണ് ഇത് നടത്തിയത്. ജൂലൈ 20-നാണ് ഇത് അവർ കണ്ടക്ട് ചെയ്തത്. ജൂലൈ 20-നാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇതിന്റെ വിദഗ്ധർ പറയുന്നത് ഇത് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് ഈ ശക്തി പ്രകടനം, ഈ അഭ്യാസം നടത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് ഒരു താക്കീത് എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യയും അമേരിക്കയും ഈ അഭ്യാസ പ്രകടനം നടത്തിയിരിക്കുന്നത്. നാവികസേനയുടെ വിവിധ ഷിപ്പുകൾ ഇതിനകത്ത് പങ്കെടുത്തു, പടക്കപ്പലുകൾ ഇതിനകത്ത് പങ്കെടുത്തു. അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സ് ഇതിൽ പങ്കെടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണ്? USS നിമിറ്റ്സ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയറാണ്. അപ്പോൾ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് USS നിമിറ്റ്സ് ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മളപ്പോൾ ആ സമയത്ത് അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? വാഷിംഗ്ടൺ DC ആണ് ക്യാപിറ്റൽ. കറൻസി എന്ന് പറയുന്നത് US ഡോളറാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഈ 3 കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അപ്പോൾ ഇതിന്റെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ മഹാസമുദ്രത്തിൽ
ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസം ഏതായിരുന്നു? പസെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ചൈനയ്ക്കൊരു മുന്നറിയിപ്പ്, ഒരു താക്കീത് നൽകുവാൻ വേണ്ടിയാണ് ഈ സൈനിക അഭ്യാസം നടത്തിയത്. ഇതിൽ പങ്കെടുത്തത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഏതാണ്? USS നിമിറ്റ്സ് ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത് ജൂലൈ 20-നാണ് ഈ സൈനികാഭ്യാസം നടന്നത്. ഇനി അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? വാഷിംഗ്ടൺ DC ആണ് അമേരിക്കയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. US ഡോളറാണ് ഇവരുടെ കറൻസി, അമേരിക്കയുടെ കറൻസി എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ഇതാണ്, സൗത്ത് കൊറിയയുടെ പ്രഥമ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ സൗത്ത് കൊറിയ അവരുടെ ആദ്യത്തെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിജയകരമായിട്ട് അവർ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് അനാസിസ് 2 എന്നാണ് സൗത്ത് കൊറിയയുടെ പ്രഥമ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അവർ ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിജയകരമായിട്ട് വിക്ഷേപിക്കുന്നത്. അതിന്റെ പേരാണ് അനാസിസ് 2 എന്നാണ് അതിന്റെ പേര്. അപ്പോൾ 10ാമത്തെ രാജ്യമാണ് സ്വന്തമായിട്ട് മിലിറ്ററിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന 10ാമത്തെ രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. 10ാമത്തെ രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ സൗത്ത് കൊറിയയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ കൂടി ചേർത്ത് പഠിക്കണം? ഒന്ന്, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ ഏതാണ്? സിയോൾ ആണ് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ. ഇനി സൗത്ത് കൊറിയൻ 1 ആണ് അവരുടെ കറൻസി. അപ്പോൾ സൗത്ത് കൊറിയയുടെ കറൻസി ഏതാണ്? സൗത്ത് കൊറിയൻ 1 ആണ് സൗത്ത് കൊറിയയുടെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ, ക്യാപിറ്റലും ആ കറൻസി കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. ചോദ്യം എന്തായിരുന്നു? സൗത്ത് കൊറിയയുടെ പ്രഥമ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അനാസിസ് 2 എന്നാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ സൈനികാഭ്യാസം പസെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സൗത്ത് കൊറിയയുടെ പ്രഥമ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അനാസിസ് 2 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, രാജ്യാന്തര ക്രിക്കറ്റിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ ആദ്യമായി താക്കീത് ലഭിച്ച താരം. അപ്പോൾ ഒരു ക്രിക്കറ്റ് താരത്തിന് ആദ്യമായിട്ട് ഒരു വാർണിംഗ് കിട്ടിയിരിക്കുകയാണ്, താക്കീത് ലഭിച്ചിരിക്കുകയാണ്. എന്തിനാണ്? COVID-19 പ്രോട്ടോകോൾ ലംഘിച്ചതിന്റെ പേരിൽ. അപ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളുടെ ഇടയ്ക്കാണ് ഈ സംഭവം. ഇംഗ്ലണ്ട് താരമായ ഡൊമിനിക് സിബിലിക്കാണ് ഈ താക്കീത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൊമിനിക് സിബിലിയാണ് ഈ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ പന്തിൽ തുപ്പൽ പുരട്ടുകയും പിന്നീട് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് COVID-19 പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഓർമ്മ വരികയും അമ്പയറോട് ചെന്ന് ഇത് കാര്യം പറഞ്ഞു. അമ്പയർ അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് താക്കീത് നൽകുകയുണ്ടായി. ഇത് വളരെ വിവാദപരമായി തീർന്ന ഒരു ഇതായിരുന്നു. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, രാജ്യാന്തര ക്രിക്കറ്റിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ ആദ്യമായി താക്കീത് ലഭിച്ച താരം ആരാണ്? ഡൊമിനിക് സിബിലിയാണ്. ഇംഗ്ലണ്ടിന്റെ താരമാണ്. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിനിടയ്ക്കാണ് ഇത് സംഭവം നടന്നത്. ഇനി 2020 ICC 2020 ലോകകപ്പ് മത്സരങ്ങൾ നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി. അപ്പോൾ ക്രിക്കറ്റുമായി മറ്റൊരു ചോദ്യം ഇതാണ്, ഈ 2020 2020 മത്സരങ്ങൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന വേദി ഏതാണ്? ഓസ്ട്രേലിയ. അപ്പോൾ 2020 ICC 2020 ലോകകപ്പ് മത്സരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന വേദി ഓസ്ട്രേലിയയാണ്. എന്നാൽ ഈ ഓസ്ട്രേലിയയിലെ ഈ മത്സരം 2020 മത്സരം മാറ്റിവെച്ചു. അപ്പോൾ 2020 മത്സരം മാറ്റിവെച്ചു. ഇത് 2021 നടക്കുന്നത്. 2021 നടക്കും. 2021 ഈ മത്സരം മാറ്റിവെച്ചിരിക്കുന്നത്. അതേസമയം 2022 അടുത്ത 2020 വേൾഡ് കപ്പ് വരാനുണ്ട്. അപ്പോൾ 2020 മത്സരം ഇപ്പോൾ ഉപേക്ഷിച്ച് 2021 വീണ്ടും 2022 മത്സരം നടക്കും. അപ്പോൾ 2 വേൾഡ് കപ്പായി അല്ലേ അടുത്തടുത്ത്. വീണ്ടും 2023 ഏകദിന വേൾഡ് കപ്പ് നടക്കുകയാണ്. 1 ഡേ വേൾഡ് കപ്പ് നടക്കുകയാണ്. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു? അടുത്ത വേൾഡ് കപ്പ് 2023 അടുത്ത വേൾഡ് കപ്പ് എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ 2020 വേൾഡ് കപ്പ് 2020 നിന്ന് 2021 ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 2022 വേദിയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതുവരെ വേദി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ 3 വേൾഡ് കപ്പുകളാണ്, നിങ്ങൾ വായിച്ചിട്ടുള്ള 3 വേൾഡ് കപ്പുകളാണ് അടുത്തടുത്ത് ഇനി വരുന്ന വർഷങ്ങളിൽ വരുന്നത്. 2021 2020 വരുന്നു, 2022 വരുന്നു, 2023 അടുത്ത 1 ഡേ വേൾഡ് കപ്പ് വരുന്നു. അതെവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്. ഇനി അടുത്ത ചോദ്യം, ചാന്ദ്രദിനം എന്നാണ്? അപ്പോൾ എന്നാണ് ചാന്ദ്രദിനം? ജൂലൈ 21 ചാന്ദ്രദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ചാന്ദ്രദിനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചാന്ദ്രദിനം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനും മൈക്കൽ കോളിൻസുമാണ് ചന്ദ്രനിലേക്ക് പോയത്. എന്നാണ് 1969
അപ്പോളോ 2 എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തിലാണ് ഇവർ ജൂലൈ 20 ചന്ദ്രനിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ വെച്ച് ഈഗിൾ എന്ന് പറയുന്ന വാഹനത്തിൽ ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായിട്ട് ആര് കാലുകുത്തുന്നത്? നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് കാലുകുത്തുന്നത്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? എഡ്വിൻ ആൽഡ്രിനാണ് രണ്ടാമത്തെ ആൾ അല്ലേ. ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചാന്ദ്രദിനം എന്ന് ജൂലൈ 21 ആചരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചന്ദ്രദിനം ആചരിക്കുന്നത്. ആദ്യമായിട്ട് കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. എഡ്വിൻ ആൽഡ്രിൻ ആണ് രണ്ടാമതായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ ആ വാഹനം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? മൈക്കൽ കോളിൻസ് ആയിരുന്നു ആ വാഹനം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 21. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കേപ്പ് ടൗൺ ആയിരുന്നു. കേപ്പ് ടൗൺ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത വിജയികൾക്കുള്ള എല്ലാവിധ കൺഗ്രാറ്റുലേഷനും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, വേൾഡ് ടെർട്ടിൽസ് ഡേ എന്നാണ്. വേൾഡ് ടെർട്ടിൽസ് ഡേ എന്നാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരമാണ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ ദിവസേനയുള്ള ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.